നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത്ത് ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നവന്റെ ചാരത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ പറഞ്ഞേക്കുമേ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മലക്കുകൾ വരും? 5 മലക്ക്. മരിക്കാൻ കിടക്കുന്നവൻ്റെ അടുക്കലേക്ക്, അവൻ്റെ സവിധത്തിലേക്ക് 5 മലക്കുകൾ കടന്നു വരും. അഞ്ച് മലക്കുകൾ കടന്നു വരുമത്രേ. ഫയസ്അലു ലഹു ഫയഅതീഹി മലക്കുൽ അവ്വൽ വറൂഹുഹു ഫിൽ ഹുൽഖൂം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മരിക്കുന്നവന്റെ ചാരത്തേക്ക് 5 മലക്കുകൾ കടന്നു വരും. അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തി നിൽക്കുമ്പോ ഒന്നാമത്തെ മലക്കവനോട് ചോദിക്കുകയാണ്, ഐന ബദനുകൽ ഖവീ വമാ അളഫഖുൽ ഊം. ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ, എന്ത് പറ്റിയടാ? നീ നല്ല ആരോഗ്യമുള്ളവനായിരുന്നല്ലോ, ആരോഗ്യ ദൃഢഗാത്രനായിരുന്നല്ലോ. നിന്റെ ശരീരത്തെ ഇന്ന് ബലഹീനപ്പെടുത്തിയത് എന്താണ്? നിന്റെ കൈകാലുകളെ ചലിപ്പിക്കാൻ പറ്റാത്തത് എന്താണ്? ഡോക്ടർ വന്നുകൊണ്ട് പറയുകയാണ്, സഹോദര ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കണേ. തളർന്നു കിടക്കുന്ന മനുഷ്യ, നിന്നെ എഴുന്നേൽപ്പിക്കാൻ ഞങ്ങളിതാ ശ്രമിക്കുകയാണ്. നീ ഒന്ന് എഴുന്നേൽക്കണേ, ഒന്ന് എഴുന്നേൽക്കണേ. കഴിയുന്നില്ല, കഴിയുന്നില്ല. തൊണ്ടക്കുഴി വരെ ആത്മാവ് വേർപെട്ട് നിലകൊള്ളുന്ന സമയമാണ്. നേഴ്സ് വന്നുകൊണ്ട് പറയുകയാണ്, സഹോദര, സഹോദരി, കൈയൊന്നുയർത്തണേ, ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാണ്. കഴിയുന്നില്ല, കഴിയുന്നില്ല. ഓരോരുത്തരും അവനവന്റെ വീടിന്റെ കത്തലത്തിലുള്ള മരണത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. റോഡരുകൾ ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് ശരീരത്തിൻ്റെതാകുന്ന മാംസതലങ്ങൾ ചിന്നി ചെതറുന്നതിനെ കുറിച്ചല്ല കുമ്മന മൊസാദ് പറയുന്നത്. നല്ല മരണം കിട്ടാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നീ കിടക്കുന്ന റൂമിൽ, നീ കിടക്കുന്ന കട്ടിലിൽ, നീ കിടക്കുന്ന പുതപ്പ് പുതച്ചുകൊണ്ട് കിടക്കുന്ന വേളയിൽ നിന്റെ അടുക്കലേക്ക് അസ്റായീൽ കടന്നു വരുന്നതിന്റെ ചിന്ത നിന്റെ മനസ്സിലേക്കൊന്ന് വരണേ. ഈ ലോകത്ത് നിന്ന് മരണം വരിക്കുന്ന സുദിനമാണ് കടന്നു വന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. 5 മലക്കുകൾ നിന്റെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. അതിലൊന്നാമത്തെ മലക്ക് നിന്റെ ആത്മാവിനെ വേർപെടുത്തി തൊണ്ടക്കുഴിയിലേക്ക് കടന്നു വരുമ്പോ നിന്നോട് വിളിച്ചു ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, ഐന ബദനുകൽ ഖവീ, ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ, ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ? വമാ അളഅഫഖുൽ ഊം വമാ അളഅഫഖുൽ ഊം. നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയത് എന്താണ്? നിന്റെ കൈകാലുകളെ ചലിപ്പിക്കാൻ പറ്റാത്തത് എന്താണ്? നീ നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരുന്നല്ലോ. രാവിലെ സുബൈയുടെ ബാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് മണിക്കൂറുകളോളം സിസ്വായ്ക്ക് വരുത്താൻ വേണ്ടി ജിംനേഷ്യത്തിൽ കളിച്ചവനല്ലയോ? ഫുട്ബോൾ കളിച്ച് നടന്നവനല്ലയോ? ക്രിക്കറ്റ് ഭ്രാന്തനായി നടന്നവനല്ലയോ? ഫുട്ബോളിന്റെ ഭ്രമം തലയ്ക്ക് പിടിച്ച് നടന്നവനല്ലയോ? ഒരുപാട് കളിതമാശകൾ ഏർപ്പെട്ട് ജീവിച്ചവനല്ലയോ? രാവിലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി മണിക്കൂറുകളോളം നടന്നതാകുന്ന സഹോദരിയല്ലയോ? വമാ അളഅഫഖുൽ ഊം. എന്ത് പറ്റി പെങ്ങളെ? നിന്റെ ശരീരത്തെ ഇന്ന് ബലഹീനപ്പെടുത്തിയതെന്നാണ്? മരിക്കാ കിടക്കുന്നവനോട് ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് വിളിച്ചു ചോദിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് മറുപടി കൊടുക്കും നമ്മൾ? എന്ത് മറുപടി കൊടുക്കും? നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നന്മ എന്താ ഉണ്ടായിരുന്നത്?
അവനവർ ചിന്തിക്കുക. ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും സ്വന്തം ഏജ് ചിന്തിക്കും. പ്രായം എവിടെ എത്തി? 20, 30, 40, 50, 60, 70. തീരാറായി. അമാർ ഉമ്മത്തി മാബൈന സിത്തീന വസബഈൻ. ഓരോ സാധനത്തിനും ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെ ആളുകൾ നിർമ്മിച്ചവർ പറയും ഇതിന് ഇത്ര വർഷം വാറണ്ടി ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ഗ്യാരണ്ടി ഇത്ര നാളാണ്. 10 വർഷം കൊണ്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ തരും 10 വർഷം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒരു TV വാങ്ങുമ്പോൾ പറയും 10 കൊല്ലം. വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ പറയും 10 കൊല്ലം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. മനുഷ്യ, നിൻ്റെ ഗ്യാരണ്ടി, നിൻ്റെ വാറണ്ടി അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് കൂടി വന്നാൽ 60-ൻ്റെയും 70-ൻ്റെയും ഇടയിൽ. അഅ്മാറു ഉമ്മത്തി മാബൈന സിത്തീന വസബഈൻ. നീ മനസ്സിലായിക്കോ. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ അലസമായി ജീവിച്ചു പോകുന്നത്. തെറ്റിൽ വ്യാപൃതരാകുന്നത് എന്തുകൊണ്ടാണ്? മരണമില്ലല്ലോ, നമുക്ക് ഇവിടെ ദുനിയാവ് റാഹത്തായിട്ട് അടിച്ചു പൊളിക്കാൻ, രസിക്കാൻ, രമിക്കാൻ എന്നുള്ള ചിന്ത നമുക്ക് വന്നുപോയി. മരണത്തെക്കുറിച്ചുള്ള ഭയപ്പാട് നമുക്കില്ലാതായി പോയി. നഊദുബില്ലാ, അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ഒരു ചിന്ത തന്നെ നമ്മുടെ മനസ്സിലില്ല. മരിക്കുമെന്നുള്ളൊരു ബോധം തന്നെ നമ്മുടെ മനസ്സിലില്ല. ആർക്കുള്ളത്? ഈ സദസ്സിൽ ആർക്കുള്ളത്? ഞാൻ നാളെ മരിക്കുമെന്നുള്ളൊരു ബോധമുള്ളവന് അവൻ്റെ ജീവിതം സംശുദ്ധമാകും, ഉറപ്പാ. ഹൃദയം തെളിയും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്ന ഹാദിൽ ഖുലൂബ തസ്തഉ കമാ യസ്തഉൽ ഹദീദ്. ആദരവായ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ആയത്തും ഹദീസും വെച്ചാൽ പറയുന്നത്. എന്തിന്? ഇതൊക്കെ ഓതി പറയുന്നതും ഹൃദയം ഒന്ന് തെളിയുക എന്നുള്ള ലക്ഷ്യ. വിശ്വാസം ഒന്ന് ഉറക്കട്ടെ, ഈമാനൊന്ന് രൂഢമൂലമാകട്ടെ. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. ഖുർആനിക വചനങ്ങൾ ഓതപ്പെട്ട് കഴിഞ്ഞാൽ ഈമാൻ വർദ്ധിക്കും മുഅ്മിനീങ്ങൾക്കെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യൻ്റെ ഹൃദയം കറ പിടിക്കും. ഹദീസാൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തഉ കമാ യസ്തഉൽ ഹദീദ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിശ്ചയം സഹാബ, മനുഷ്യന്റെ ഹൃദയങ്ങൾ കറ പിടിക്കുമേ, കറ പിടിക്കുമേ. കമാ യസ്തഉൽ ഹദീദ്. ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് കറ പിടിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഖീല വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, നബിയേ, ആ ഹൃദയത്തെ ഒന്ന് തെളിക്കാനുള്ള മാർഗമേതാണ്, തെളിച്ചെടുക്കാനുള്ള മാർഗമേതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാ, സഹാബ, 2 കാര്യങ്ങൾ കൊണ്ട് ഹൃദയം തെളിയുമേ. ഒന്നാമതായി പ്രവാചകൻ പറഞ്ഞത് ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള സ്മരണയാണ്. ഞാൻ അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ള ബോധം ഓരോ മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ, ഓരോ സഹോദരിക്കുണ്ടായി കഴിഞ്ഞാൽ, ഒരു അയൽവാസിയോടൊരു പകയില്ല, ഒരു കൂട്ടുകുടുംബത്തിനും പ്രശ്നമില്ല, സ്വന്തം അയൽവാസിയുമായി വലിയൊരു പ്രശ്നത്തിൽ പണക്കമില്ല, സാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ കഴിയും, നമസ്കാരങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും, നോമ്പ് കൃത്യമായി പിടിക്കും, സകാത്ത് കൃത്യമായി കൊടുക്കും, പാവങ്ങളുടെ കണ്ണീരൊപ്പം നിരാലംബര കവലംബമാകും, നിരാശ്രയർക്ക് ആശ്രയത്വം വഹിക്കും. കാരണം മനസ്സിന്റെ അകത്തളങ്ങൾ നാളെ മരിക്കുകയാണ്. ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള സ്മരണ ഹൃദയം നന്നാവാൻ കാരണമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞത് വതിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതലാണ്. ഖുർആൻ ഏതൊരു വ്യക്തി ഓതുന്നുണ്ടോ അവന്റെ ഹൃദയം തെളിയുമേ, ഹൃദയം സംശുദ്ധമാകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വയസ്സുകൂടെ 40, 50, 60 ഒക്കെ എത്തി. നമ്മുടെ വയസ്സിന്റെ എണ്ണം കണ്ടിട്ടെങ്കിലും നമ്മൾ ഖുർആൻ ഖത്മ തീർത്തവരുണ്ടോ? ചിന്തിക്കുക. വയസ്സ് 30 കഴിഞ്ഞു, 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 എത്തി. യുവാക്കളെ, യുവതികളെ ചിന്തിക്ക്, സഹോദര സഹോദരിമാരെ ചിന്തിക്ക്. നമ്മുടെ പ്രായത്തിൻ്റെ കതിര് കണ്ടിട്ടെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഖുർആൻ ഖത്മ തീർത്തവരുണ്ടോ? 50 ഖത്തം 50 വയസ്സുള്ളവൻ ഓതിയിട്ടുണ്ടോ? 30 ഖത്തം 30 വയസ്സുള്ളവൻ ഓതിയിട്ടുണ്ടോ? 20 ഖത്തം ഓതിയിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്ക്. 70 വയസ്സെത്തി,
എന്നാൽ 70 പ്രാവശ്യം പൊറോട്ടയും ബീഫും അടിച്ചിട്ടുണ്ടാവും. അതിനേക്കാൾ ഇരട്ടി 70 അല്ല 700 അല്ല 7000 വട്ടം പ്രാവശ്യം അടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഖുർആൻ നമ്മൾ ഖത്തം തീർത്തിട്ടില്ല. ഫുഡ് കഴിക്കാൻ നമ്മൾ മറക്കുന്നില്ല, വാട്സാപ്പ് നോക്കാൻ മറക്കുന്നില്ല. രാവിലെ തന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ എടുത്തിട്ട് നോക്കുക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ തന്നെ നെറ്റ് ഓൺ ചെയ്തിട്ട് ആരൊക്കെ മെസ്സേജ് അയച്ച് നോക്കുന്നവരുണ്ട്. ബാത്റൂമിലേക്ക് കയറിയിട്ട് അവിടെ ഇരുന്ന് നോക്കുന്നവരുണ്ട്. ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി ബാത്റൂം ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. മൊബൈലുമായിട്ട് ബാത്റൂമിനുള്ളിലേക്ക് കയറുന്നവരുണ്ട്. കാരണം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ എത്തിപ്പോയി എന്നർത്ഥം. എന്നാൽ ഖുർആൻ ഓതാൻ നമുക്ക് എത്രയോ മടിയാണ്. ഇതേ ഖുർആനിൽ തന്നെ പ്ലേ സ്റ്റോർ വഴിയും ആപ്പ് സ്റ്റോർ വഴിയുമൊക്കെ വളരെ ഫ്രീ ആയി വിശുദ്ധ ഖുർആൻ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ₹1 കൊടുക്കണ്ട, 500 1000 ഒന്നും എടുക്കണ്ട, വളരെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നിൻ്റെ മൊബൈലിൽ നെറ്റ് ഉണ്ടായാലും മതി. എൻ്റെ ഖുർആൻ ഡൗൺലോഡ് ചെയ്ത് യാത്രയിൽ ഓതിക്കൂടെ? ഇന്ന് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരിൽ അധികവും ഹെഡ്സെറ്റ് ഇങ്ങനെ വെച്ചിരിക്കുക, എന്നിട്ട് സിനിമാ പാട്ട് കേട്ടുകൊണ്ട് യാത്ര ചെയ്യുക. സിനിമാ ഗാനങ്ങൾ കേൾക്കുക, അശ്ലീലമാക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുക. ഇതിനു വേണ്ടി തന്നെ സമയങ്ങളെ ചെലവഴിക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ, നമ്മുടെ കാതുകളെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇനിയുള്ള ജീവിതം ശ്രദ്ധിച്ചേ പറ്റൂ. ഇത്രയും നാൾ നമ്മൾ അടിച്ചു പൊളിച്ച് രസിച്ച് നടന്നു. ഇനി നമ്മൾ മരണത്തിലേക്ക് ഇതാ എത്തിയിരിക്കാൻ. ഇനി ദിവസങ്ങളില്ല, ഇനി മാസങ്ങളില്ല. എല്ലാ അടയാളങ്ങളും ഇതാ കടന്നു വന്നിരിക്കുന്നു. അവസാന കാലഘട്ടത്തിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കാൻ. ഇനി നമ്മുടെ ജീവിതം നന്നാക്കിയില്ലെങ്കിൽ ഇനി എപ്പോഴാണ് 30, 40, 50 വയസ്സെത്തി ഇനിയും നമ്മൾ വാല് കേട്ടിട്ട് നന്നാവാൻ തുനിഞ്ഞില്ല എങ്കിൽ സഹോദര, നമ്മളെക്കാൾ ഏറ്റവും വലിയ ഹതഭാഗ്യനില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സഹോദരി, ചിന്തിക്ക്. ഇനിയെങ്കിലും ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറെടുക്ക്. പഴയ കാലഘട്ടത്തിൽ 40 കഴിഞ്ഞാൽ പിന്നെ വളരെയേറെ ശ്രദ്ധിച്ചേ ജീവിക്കുള്ളൂ. സംശുദ്ധമായ ജീവിതമായിരിക്കും. ഇന്ന് 40 വിട്ട് 60 എത്തട്ടെ 70 എത്തട്ടെ, വേണ്ട അങ്ങ് തീരെ വയ്യാതാകട്ടെ എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകളല്ലേ. നഊദു ബില്ലാ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. 40 വയസ്സുള്ളവൻ്റെ കയ്യിലും അവൻ്റെ നാവിലുമൊക്കെ കള്ളും സിഗരറ്റും കഞ്ചാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മലബാർ ദേശത്തൊരു സ്ഥലത്ത് പോയി ഒരു പാവപ്പെട്ട സഹോദരൻ്റെ കുടുംബത്തെ ചൂണ്ടിയിട്ട് മറ്റൊരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഈ സഹോദരൻ്റെ വീട്ടിൽ ഈ വർഷം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതേണ്ട പൊന്നുമോൻ ഒരു സ്റ്റാമ്പ് രൂപത്തിൽ ഈ അടുത്തിടെ ഇറങ്ങിയിരുന്നതാകുന്ന ലഹരി ഉൽപ്പന്നം അത് ചുണ്ടിനടിയിൽ വെച്ചു. അത് 2 എണ്ണം വെച്ചതിൻ്റെ പേരിൽ ബ്ലഡ് ക്ലോട്ടായിട്ട് ആ കുട്ടി മരണപ്പെട്ടുപോയി. ഈ വർഷം SSLC പരീക്ഷ എഴുതേണ്ട മുസ്ലിം പയ്യനാണ്. അതിൻ്റെ ഏജൻ്റാണ്. ഇപ്പോൾ അതൊക്കെ പരിപാടി. ഇപ്പോൾ കുറേ ആളുകൾക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. ഹറാമായ കാര്യങ്ങളിലേക്ക് പോവുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹലാല് കഴിക്കൂല, ഹറാമാണ് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ട്. ഗൾഫിലേക്ക് പോകുന്ന എത്രയോ ചെറുപ്പക്കാരി, എത്രയോ ആളുകൾ അവൻ ഗൾഫിൽ പോകുന്നു, അവിടുന്ന് നല്ല സിഗരറ്റ് കൊണ്ടുവരുന്നു, നാട്ടിൽ കൊണ്ടുവന്നിട്ട് യുവാക്കൾക്ക് കൊടുക്കുന്നു, നല്ല വില ഈടാക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ? എത്ര ആളുകളുണ്ട്? ഹറാമായ ബിസിനസ്. നഊദു ബില്ലാ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണ്. ഗൾഫിലോട്ട് പോവുക, അവിടെ നല്ല സിഗരറ്റ് കൊണ്ടുവരിക, നാട്ടിൽ കൊണ്ടുപോയി യുവാക്കൾക്ക് കൊടുക്കുക, അവരെയൊക്കെ നശിപ്പിക്കുക, എന്നിട്ട് അതിൽ നിന്ന് പൈസ വാങ്ങുക. യാ അല്ലാ, നല്ല പൈസ എമൗണ്ട് വാങ്ങുക, വീണ്ടും അടുത്ത പ്ലേറ്റിന് വീണ്ടും കയറുക. ഇതൊക്കെയാണ് കാലഘട്ടം. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമിലൂടെ ഊട്ടപ്പെട്ട ശരീരമുണ്ടോ നരകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. മുൻഗാമികളുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാര് പുറത്തോട്ട് പോകുമ്പോൾ വാതിൽപ്പടിയിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുമായിരുന്നു, ഇയ്യാക വകസ്ബൽ ഹറാം, ഇയ്യാക വകസ്ബൽ ഹറാം, ഇയ്യാക വകസ്ബൽ ഹറാം. നിന്നെ സൂക്ഷിക്കണേ, ഹറാം സമ്പാദിക്കുന്നതിനെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. സ്വന്തം ഭർത്താവ് ഇതാ ഗൾഫിലേക്ക് പോകട്ടെ, സ്വന്തം ഭർത്താവ് വീടിപ്പടിയിൽ നിന്ന് ഇറങ്ങട്ടെ, ഏത് ജോലിക്ക് വേണ്ടി പുറത്തിറങ്ങിയാലും ഭാര്യമാര് വാതിൽപ്പടിയിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇയ്യാക വകസ്ബൽ ഹറാം, എൻ്റെ പ്രിയപ്പെട്ട പ്രിയതമാ, നിങ്ങൾ സൂക്ഷിക്കണേ, ഹറാം സമ്പാദിക്കുന്നതിനെ സൂക്ഷിക്കണേ. എന്തേ കാരണമെന്നറിയുമോ? ഫൈനാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ.
വിശപ്പിന്റെ മേൽ സഹിക്കാൻ ഞങ്ങൾ തയ്യാറാ, പക്ഷെ നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഹറാമ് കൊണ്ടുവന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഭക്ഷിപ്പിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഗൾഫിലേക്ക് പോയിട്ടായാലും അറബി യത്തീംഖാനയിലാക്കിയിട്ട് സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചിട്ട് കച്ചവടത്തിൽ കിട്ടുന്ന പണം മുഴുവനും കൊണ്ടുവന്ന് ഹറാമിലൂടെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അമ്പര ചുംബികളായ മണിമേടുകൾ വെക്കട്ടെ, നാട്ടിൽ കൊണ്ടുവന്ന് സുഭിക്ഷമായ ജീവിതം നയിക്കട്ടെ. സഹോദരാ ചിന്തിക്കണേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് സഹോദരാ നരകം? രണ്ട് വിറകുള്ളികൾ ചേർത്ത് വെച്ചുകൊണ്ട് കത്തിക്കലല്ല നരകം. മദ്രസയിൽ പഠിച്ച നരകമല്ല യഥാർത്ഥ നരകം. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, നരകാവകാശികളുടെ ഏറ്റവും ചെറിയ ശിക്ഷയൊന്ന് പറയണേ. നരകാവകാശികൾക്ക് നൽകപ്പെടുന്നതായ ഏറ്റവും ചെറിയ ശിക്ഷയൊന്ന് പറയണേ. അല്ലാഹുവിന്റെ റസൂലുടെ സ്വഹാബത്തിനോട് പറയുകയാണ്, നരകാവകാശികൾക്ക് നരകത്തിൽ വെച്ച് നൽകുന്ന ഏറ്റവും ചെറുത് ഞാൻ പറഞ്ഞു തരാ, വലുത് പറഞ്ഞു തരാ എനിക്ക് സാധിക്കൂല സ്വഹാബ, അത് കേട്ടിരിക്കാൻ കഴിയുകയില്ല സ്വഹാബ. വലുത് ചോദിച്ച സ്വഹാബത്തിനോട് ചെറുത് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. വരക്കുളത്തുള്ള പ്രിയപ്പെട്ട ഉമ്മമാര് പഠിക്കണേ, ചെറുപ്പക്കാര് പഠിക്കണേ, യുവാക്കള് പഠിക്കണേ. സ്വന്തം സഹോദരനെ പോലും അറുകുല നടത്തിയിട്ട് കൊട്ടേഷനിലൂടെ കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് ഈ ദുനിയാവിൽ നീ വാഹനം വാങ്ങിക്കാ, നിനക്ക് അമ്പരചുംബികളായ മണിമേടകൾ ഉണ്ടാകാ, നിന്റെ കുടുംബത്തിൽ നിനക്ക് സൗഖ്യമായി ദുനിയാവിൽ കഴിയാ. പക്ഷെ ആഖിറത്തിൽ പ്രയാസമാണ്, പാരത്രിക ലോകം ബുദ്ധിമുട്ടാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നരകത്തിന്റെ വലിയ ശിക്ഷ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാ, വലുതിനാ പറഞ്ഞു തരൂല സ്വഹാബ, അത് കേട്ടിരിക്കാൻ കഴിയുകയില്ല. നരകത്തിന്റെ ഏറ്റവും ചെറുത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നഹു അനഹലിന്നാരി അദാബാ മല്ലഹു നഅലാനി വശറാഖാൻ. സുബ്ഹാനല്ലാഹ്, നരകത്തിലേക്ക് കടക്കുന്ന വ്യക്തികളുടെ കാലിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുഖേന അവന്റെ കാലിലേക്ക് തീയാലുള്ള ചെരുപ്പ് ധരിപ്പിക്കുകയാണ്, തീയാൽ പടക്കപ്പെട്ട ചെരുപ്പ് ധരിപ്പിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, യുഗ്ലാ മിൻഹാ ദിമാഗുഹു. ആ ചെരുപ്പിട്ട കാരണത്താൽ അതിന് രണ്ട് വള്ളികളുണ്ടത്രേ. ശിറാഖാനി മിന്നാർ, തീയാൽ പടക്കപ്പെട്ട ചെരുപ്പാണ്, അതിന് രണ്ട് വള്ളികളുണ്ട്. നീ ടോയ്ലറ്റിൽ കടക്കുമ്പോൾ നിനക്ക് ഹവായി ചെരുപ്പ് നിന്റെ കാലിലേക്ക് നീ ധരിക്കുന്നത് പോലെ ആ രണ്ട് വള്ളികൾ അവന്റെ കാലിലേക്ക് അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഊരാ പറ്റൂല സ്വാഭാ. യുഗ്ലാ മിൻഹാ ദിമാഗുഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ അത് തലയിലേക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ചൂടവന്റെ മുട്ടിലൂടെ കടക്കുകയാണ്, അവന്റെ തുടയിലേക്ക് എത്തുകയാണ്, അവന്റെ ഉള്ളിലേക്ക് കടന്നു വരുകയാണ്, അവന്റെ തലച്ചോറിനുള്ളിലേക്ക് കടന്നു വരുകയാണ്. അവന്റെ തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമേ കാലിലിട്ട ചെരുപ്പിന്റെ ചൂട് കാരണമായി എന്ന് ഹബീബായ റസൂലുള്ളാഹി. നരകാവകാശികൾക്ക് നരകത്തിൽ കിടക്കുമ്പോൾ ഇട്ടുകൊടുക്കുന്ന ഏറ്റവും ലഘുവായ ശിക്ഷയാണ് കാലിലേക്ക് ഒരു ചെരുപ്പിട്ട് കൊടുക്കുകയാണ്. അത് തീയാൽ പടക്കപ്പെട്ട ചെരുപ്പാണ്. ആ ചെരുപ്പിട്ട കാരണത്താൽ അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ കഴുത്തിലൂടെ, അവന്റെ തലച്ചോറിനുള്ളിലേക്ക് അതിന്റെ ചൂട് കടന്നു വന്നുകൊണ്ട് തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമത്രേ. നഊദു ബില്ലാഹ്, നരകാവകാശികൾക്ക് നൽകുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണിതെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ഹറാം ഭുജിക്കരുതേ. മുൻഗാമികളുടെ ഭാര്യമാര് തന്നെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് വിളിച്ചു പറയാറുണ്ടായിരുന്നു, ഫഇന്നാ നസ്ബിറു അലൽ ജൂ, പട്ടിണി കിടക്കാ തയ്യാറാണ് വലാ നസ്ബിറു അലൻ നാർ വലാ
നസ്ബിറു അലന്നാർ, കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കഴിയൂലയിക്കാ, ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കഴിയൂലയിക്കാ എന്ന് മുൻഗാമികളുടെ ഭാര്യമാരെ വിളിച്ചു പറയാറുണ്ടായിരുന്നു എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ ഭാര്യ അത് പറയുമോ? ഇന്ന് നമ്മുടെ ഭാര്യ തരത്തിൽ മാറ്റപ്പെട്ടുവോ? സ്വന്തം മക്കൾക്ക് ഒരു കിൻഡർ ജോയും സ്വന്തം മകൻ ഒരു ലൈസും കൊണ്ടുവന്ന് കൊടുത്താൽ മതിയെന്ന് പറയുന്ന തലത്തിലേക്ക് ഇന്നത്തെ യുവതികൾ മാറിയില്ലയോ? ഹറാമോ ഹലാലോ എവിടുന്ന് വേണമെങ്കിലും കൊണ്ടുവരട്ടെ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബം ഹൈറായ നിലക്ക് ജീവിക്കണം, ഭർത്താവ് എവിടെ പോയി ജോലി ചെയ്താലും മാസം മാസം എനിക്ക് കിട്ടേണ്ടത് കിട്ടണം എന്ന് ശാഠ്യം പിടിക്കുന്ന തരത്തിലേക്ക് കുടുംബിനികൾ മാറിയില്ലയോ? നഊദു ബില്ലാഹ്. അല്ലാഹു നൽകിയ ആരോഗ്യം കൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ എന്ത് ചെയ്തടാ? മരിക്കാൻ കിടക്കുന്നവന്റെ അടുക്കലേക്ക് ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് വിളിച്ചു ചോദിക്കും അത്രേ, ആദമിന്റെ പൊന്നുമോനെ, ആദമിന്റെ പൊന്നുമോനെ, ഐന ബദനുകൽ ഖവീ വമാ അളഅഫഹുൽ നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ? ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ? നീ നമസ്കരിച്ചിട്ടുണ്ടോ? നീ നോമ്പ് പിടിച്ചിട്ടുണ്ടോ? നീ സകാത്ത് കൊടുത്തിട്ടുണ്ടോ? നീ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? നീ ഉംറ നിർവഹിച്ചിട്ടുണ്ടോ? നീ പാപങ്ങളുടെ കണ്ണീരൊപ്പിയിട്ടുണ്ടോ? നീ ദീനിനെ സഹായം വർത്തിച്ചിട്ടുണ്ടോ? മദ്രസകൾക്ക് സഹായം കൊടുത്തിട്ടുണ്ടോ? അള്ളാന്റെ പള്ളിക്ക് നീ നൽകിയിട്ടുണ്ടോ? നിന്റെ ആരോഗ്യം കൊണ്ട് നീ എന്ത് ചെയ്തടാ? നിന്റെ ആരോഗ്യം കൊണ്ട് നീ എന്ത് ചെയ്തടാ? പാവപ്പെട്ട ഭാര്യയുടെ കത്തലത്തിലേക്ക് കടന്നു ചെന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭം ധരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട ഭർത്താവ് തന്റെ ഭാര്യയുടെ മുടിക്കുത്ത് പിടിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ആഞ്ഞടിപ്പിച്ചവരല്ലയോ? അവളുടെ നെറ്റിത്തടത്തിൽ നിന്ന് നിർഗളിക്കുന്നതാകുന്ന ചോരകിണങ്ങളെ കണ്ടുകൊണ്ട് ആർത്തട്ടഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചവനല്ലയോ? പാതിരാത്രി സമയമാണ്, പാതിരാത്രി സമയമാണ്, എന്റെ പൊന്നുമോനെ ചെയ്യരുത് എന്ന് പറയുന്ന മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടവനല്ലയോ? സ്വന്തം മക്കൾ വന്നുകൊണ്ട് വാപ്പാ അടിക്കല്ല ഉമ്മയെന്ന് പറയുമ്പോ ആ പിഞ്ചോമന മക്കളുടെ ഇളങ്കാല് പിടിച്ചുകൊണ്ട് നിലത്തടിച്ചുകൊണ്ട് കൊല്ലാൻ മടിക്കാത്തവനല്ലയോ? ചാവക്കാട് ദേശത്ത് കഴിഞ്ഞ റമദാനിൽ, പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നോമ്പ് പിടിച്ചിരുന്നതാകുന്ന പാവപ്പെട്ട ഉമ്മ, നോമ്പ് പിടിക്കാത്ത കള്ളുകുടിക്കാരനായ മുസ്ലിം ചെറുപ്പക്കാരനായ മകൻ എനിക്ക് കഞ്ഞി വെച്ച് തരണമെന്ന് നിർബന്ധം ചെലുത്തി. ഉമ്മ കഞ്ഞി വെച്ചു കൊടുത്തു. കഞ്ഞീരൽപ്പം ഉൽപ്പ് കുറഞ്ഞു പോയതിന്റെ പേരിൽ നോമ്പുകാരിയാകുന്ന ഉമ്മ അത് തൊട്ടു നോക്കാതെ മകനിതാ നിർബന്ധപൂർവ്വം പറഞ്ഞതിന്റെ പേരിൽ കഞ്ഞി വെച്ചു കൊടുക്കുന്ന ഉമ്മ, നഊദു ബില്ലാഹ്, ഉപ്പ് കുറഞ്ഞു പോയതിന്റെ പേരിൽ പരക കഷ്ണം കൊണ്ടുവന്ന് ഉമ്മയുടെ തലക്കടിച്ചുകൊണ്ട് കൊന്നുകളഞ്ഞതാകുന്ന ചാവക്കാട് ദേശത്തുള്ളതാകുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ആരാണടാ നിനക്ക് മാപ്പ് തരുന്നത്? അല്ലാഹു നിനക്ക് മാപ്പ് തരുമോ? കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട് സ്വന്തം മാതാവ് ഏതാണെന്ന് തിരിച്ചറിയാതെ മാതാവിന്റെ അടിവയത്തിൽ ചവിട്ടാൻ തുനിയുന്ന യുവത്വമേ, യുവത്വമേ, ചിന്തിക്കണേ, ചിന്തിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി ആ കാലഘട്ടത്തിൽ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിനു മുമ്പ് മുഅ്മിനീങ്ങളൊക്കെ മരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈമാൻ വേണമെന്ന് എപ്പോഴും ദ്വാരക്കണം, സാരകാരിയല്ല. തതൂലുൽ ലൈലത ഖദ്റ ലൈലതൈൻ. ഇപ്പം നമുക്ക് രാത്രിയൊക്കെ പെട്ടെന്ന് കഴിയും, 2 മണിക്കൂർ 3 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കഴിയാൻ. അത് തന്നെ ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. ഹദീസില്ലേ, എല്ലാത്തിനും ഹദീസാണ്, സമയമില്ല നമുക്ക് ഇതെല്ലാം കൂടി ഓതി പറയാൻ. قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى يتقارب الزمان. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബാ സഹാബാ, ഒരു കാലഘട്ടം കടന്നു വരും, അന്ന് കാലം ചുരുങ്ങുമേ, കാലം ചുരുങ്ങുമേ. 2018 നമ്മൾ വിട പറഞ്ഞു പോയില്ലയോ? ഒരു മാസം പോലെ നമുക്ക് തോന്നുന്നില്ലയോ? 19 കടന്നു വന്ന് ജനുവരി ഇതാ തീരാ പോകുകയല്ലയോ? എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നത്, എത്ര പെട്ടെന്നാണ് മാസങ്ങൾ പോകുന്നത്, എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ പോകുന്നത്. ബർത്ത്ഡേ ആഘോഷിക്കുന്നവരില്ലയോ? ഒരു കൊല്ലം കഴിഞ്ഞു, അടുത്ത കൊല്ലം ഇതാ കടന്നു വരുന്നു. റമദാൻ കഴിഞ്ഞു, അടുത്ത റമദാൻ ഇതാ പടിവാതിക്കലെത്തിയിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് മാസങ്ങൾ നമ്മൾ നിന്ന് കഴിഞ്ഞു പോകുന്നത്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ്സാഅ ഹത്താ
يتقارب الزمان കാലഘട്ടം അടുത്തടുത്ത് വരുന്നത് ലോകാവസാനത്തിന് അടയാളമാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരു വർഷം ഒരു മാസമായി തോന്നുന്നില്ലയോ? ഒരു മാസം ഒരാഴ്ചയായി തോന്നുന്നില്ലയോ? ഒരാഴ്ച ഒരു ദിവസമായി തോന്നുന്നില്ലയോ? ഒരു ദിവസം ഒരു മണിക്കൂറായി തോന്നുന്നില്ലയോ? ഒരു മണിക്കൂർ ഒരു മിനിറ്റായി തോന്നുന്നില്ലയോ? ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി തോന്നുന്നില്ലയോ? ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ തഖൂമു الساعة حتى يتقارب الزمان. കാലഘട്ടം അടുക്കുകയാണ്, ചുരുങ്ങുകയാണ്. ദിവസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. 2018 പെട്ടെന്നാണ് ഇവിടെ പറഞ്ഞു പോയത് എന്ന് ലോകത്തോട് പറയുന്ന മനുഷ്യ, ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ തീരാൻ പോവാൻ, അടയാളങ്ങളൊക്കെ വന്നു, ഒക്കെ തീരാൻ പോവാൻ. കുറേ പേർക്ക് കൊണ്ട് നല്ല ബർക്കത്തിന് സീറ്റ് വന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഉസ്താദെ, ഞങ്ങൾ എന്തായാലും ഫുട്ബോൾ കളി കാണാൻ പോകുന്നവരെ ഇരുത്താൻ പറ്റൂലല്ലോ ഉസ്താദെ എന്ന് പറയുന്നവരുണ്ടാവും. എനിക്ക് വേണ്ടി ഇങ്ങനെ സീറ്റ് ഇട്ടിരിക്കുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒന്നുകൂടെ മുമ്പോട്ട് കയറിയിരുന്നോളി കുറച്ച് പോലെ. അവിടെ ആ ബാക്കിലൊക്കെ സീറ്റ് കിടപ്പുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിങ്ങളെ സംഘാടനം ജലീൽ നല്ലപോലെ വിളിക്കും. നീ ക്ഷണിക്കാത്തതുകൊണ്ടാണ്, ക്ഷണിച്ചാലല്ലേ വരുള്ളൂ. മുമ്പോട്ട് കയറിയിരുന്നോളൂ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഒഴിവുള്ള കസേരയിലേക്ക് കൊണ്ട് ഒരുപാട് എടുക്കണ്ട, പൊന്നുമോനെ എടുത്തിരുന്നോളൂ. ഒഴിവുള്ള കസേരയിലേക്കൊന്ന് കയറിയിരിക്കുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആ ബാക്കിലെ സീറ്റിലേക്കൊന്ന് പോയിരുന്നോളീൻ. അവിടെ ആ ഭാഗത്തിരിക്കുന്നവരൊക്കെ മോമിനിങ്ങളല്ലേ, പറഞ്ഞാൽ അനുസരണയുള്ളവരാണ് മോമിനിങ്ങൾ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഈമാനുള്ളവർ ആ ബാക്കിൽ വന്നിരുന്നോളീ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കും. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വരും. അപ്പോഴാണ് ലോകാവസാനം ഉണ്ടാവുക. ഈ ലോകത്തുള്ള സർവരെയും അള്ളാഹു മരിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടിയാണല്ലോ അള്ളാഹു സൂറന്ന കാഹളത്തെ പടച്ചത് തന്നെ. തുറന്ന കാഹളത്തെ പടച്ചിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ്. 3 ഊതലാണ് സൂറന്ന കാഹളത്തിലുള്ളത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 1 നഫ്ഖത്തുൽ ഫസ്അ്, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്ത്. 2-മത്തത് നഫ്ഖത്തുസ് സഇഖ്, സർവരെയും മരിപ്പിക്കാനുള്ള ഊത്ത്. 3-മത്തത് നഫ്ഖത്തുൽ ബഅസ്, സർവരെയും പുനർജീവിപ്പിക്കാനുള്ള ഊത്ത്. ഖബറിൽ കിടക്കുന്നവരെ പുനർജീവിപ്പിക്കുക, മഹ്ശറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഊതൽ. ഇങ്ങനെ 3 ഊതലാണ് ഉലമാ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ 1-മത്തെ ഊത്ത് സൂറത്തു നംലിലും 2-മത്തെ ഊത്ത് 3-മത്തെ ഊത്തും കൂടി സൂറത്തു സുമറിലും അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. സൂറന്ന കാഹളത്തിലുള്ള ഊത്ത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, മസ്സൂർ യാ റസൂലല്ലാഹ്. നബിയേ സൂറെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? സൂറിനെ കുറിച്ചൊന്ന് വിശദീകരിക്കണേ റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഹുവ ഖറുനും മിൻ നൂർ, അത് പ്രകാശത്താലുള്ള കുഴലാണ് സ്വഹാബ, പ്രകാശത്താലുള്ള കുഴലാണ് സ്വഹാബ. വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവേതൊരു തമ്പുരാന്റെ കൈകളിലാണോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ആ സൂറിന്റെ വലിപ്പമുണ്ടല്ലോ, അതിൻ്റെ നീളമുണ്ടല്ലോ, അതിൻ്റെ വ്യാസമുണ്ടല്ലോ, 7 ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ 7 ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമാണ് സൂറെന്ന കാഹളമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ 7 ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതാണ് സൂറെന്ന കാഹളം. അപ്പോൾ മനസ്സിലായല്ലോ, അതിലൂടെ ഊതിയാൽ പിന്നെ കേൾക്കാത്ത ആരുമില്ല, എല്ലാവരുടെയും ചെവിയിലെത്തും. നമ്മൾ ചിന്തിക്കുക, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ തന്നെ സൃഷ്ടിച്ചു.
ഇസ്രാഫീൽ അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ജോലി എന്താ? ഈ സൂറന്ന കാഹളത്തിൽ ഊതുക. വേറെയും ജോലികൾ അദ്ദേഹത്തിന് പറയപ്പെടുന്നുണ്ട് ഉലമാ. നാളെ മീസാൻ എന്ന ത്രാസിൽ നന്മ തിന്മകൾ എടുത്തു വെക്കുന്ന ജോലി ജിബ്രീലിനും, അത് നോക്കൽ കൃത്യമാണോ എന്ന് നോക്കൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനുമാണ് എന്ന് ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പലവിധ ജോലികൾ ഉണ്ട്. എങ്കിലും മർമ്മപ്രധാനമായ ജോലി, നമ്മൾ മദ്രസ തലം മുതൽ പഠിച്ചിട്ടുള്ള ജോലി സൂറന്ന കാഹളത്തിൽ ഊതുകയാണ്. 3 ഊത്തൂതാൻ വേണ്ടി ഒരു മലക്കിനെ പടച്ചു. അപ്പോൾ ആ ഊത്ത് എത്രമേൽ കാഠിന്യമുള്ള ഊത്തായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കില്ല വെളിച്ചെണ്ണയുടെ ചോർപ്പിൽ ഇങ്ങനെ ഊന്നോലല്ല, നിസ്സാര കാര്യമല്ല ഊത്ത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലമ്മാ ഫറഗല്ലാഹു തആല മിൻ ഖൽഖിസ് സമാവാതി വൽ അർദ് ഖലഖസ് സൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം ഖലഖസ്സൂർ, സൂറിനെ അല്ലാഹു സൃഷ്ടിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം മൂന്നാമതായി അല്ലാഹു സൃഷ്ടിച്ചത് സൂറന്ന കാഹളത്തെ ആണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം ഈ ആകാശത്തെ തകർക്കാൻ സൂറ് വേണം, ഈ ഭൂമിയെ തകർക്കാൻ സൂറ് വേണം, അതിലുള്ള സർവ്വ ജീവജാലങ്ങളെയും തകർക്കാൻ സൂറ് കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി അല്ലാഹു സൂറന്ന കാഹളത്തെ മൂന്നാമതായി പടച്ചു എന്ന് ഹബീബായ റസൂലുള്ളാഹി. സൂറന്ന കാഹളം അതിനെ പടച്ചത് മൂന്നാമതാണ്. ആകാശം ഭൂമി, പിന്നെ മൂന്നാമത്തെ സൃഷ്ടിപ്പ് സൂറന്ന കാഹളമാണ്. അതിലേക്ക് ഊതാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ വെച്ചു. എന്ന് മുതലാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം അതും ഘടിപ്പിച്ച് നിൽക്കുന്നത്? സുബ്ഹാനല്ലാഹ്. എന്ന് മുതൽ ഇസ്രാഫീലിനെ സൃഷ്ടിച്ചോ അന്ന് മുതൽ ഈ ഊത്തും വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, കാത്തു നിൽക്കുക. ഇതുവരെ ഊതിയിട്ടില്ല, അത് മനസ്സിലാക്കണം. ഒരു ഊത്തെങ്കിലും കഴിഞ്ഞെങ്കിൽ കുറച്ച് വിശ്രമിക്കുക. ഊതാൻ പോകുന്നുള്ളൂ, ഇനിയാണ് ഊത്ത് വരുന്നത്. 3 ഊത്തും ഇനി നടക്കാനിരിക്കുന്നതാണ്. ഇത്രയും കാലഘട്ടമായിട്ട് ആ ഊത്ത് വന്നിട്ടില്ല, ഇനി വരാൻ പോവാൻ. ഇതൊക്കെ അറിയണ്ടേ, സമൂഹം അറിയണ്ടേ, ലോകം അറിയണ്ടേ, ദീൻ പഠിക്കണ്ടേ, നമ്മൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കണ്ടേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, കൈഫ തുഇമൂ കൈഫ തുഇമൂ وصاحب القرن قد التقم القرنا وهوى جبهته وصغى سمعه إلى العرش متى يؤمر بالنفخاء. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കെ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് സ്വഹാബ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുക, എങ്ങനെയാണ് പാനീയങ്ങൾ ആസ്വദിച്ചുകൊണ്ട് കുടിക്കാൻ പറ്റുക? വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർനാ, സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ ഉടമസ്ഥൻ നിലകൊള്ളുവേ, അഥവാ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിലേക്കുള്ള വിനയത്തെ നിമിത്തമായി നെറ്റിത്തടം താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിലേക്ക് തന്റെ കർണപുടത്തെ സാഗൂതം ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണ്. എപ്പോഴാണ് പടച്ച റബ്ബ് ഊതാ പറയുക, എപ്പോഴാണ് ഊതലിന് വേണ്ടിയുള്ള കൽപ്പന വരുക, അതിനു വേണ്ടി കാത്തുകൊണ്ട് നിലകൊള്ളുകയാണ്. ഇങ്ങനെ നിലകൊള്ളേ എങ്ങനെയാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഈ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ട് പറ്റുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കാരണം സൂറന്ന കാഹളത്തിന്റെ ഊത്ത് ഏത് സമയത്തും എപ്പോഴും പ്രതീക്ഷിക്കാമേ. അല്ലാഹുവിന്റെ റസൂല് ഭയപ്പെട്ടുകൊണ്ട് നിലകൊള്ളുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുകയാണ്, ശിബിത്തയാ റസൂലല്ലാഹ്, നബിയേ
മുടിയഴകൾ നരച്ചു പോയല്ലോ നബിയേ, നരയ്ക്കുന്നുണ്ടല്ലോ റസൂലേ. 19 മുടിയിഴകൾ അള്ളാന്റെ റസൂലിൻ്റെത് ജീവിതത്തിൽ നരച്ചിട്ടുണ്ട്. 19 മുടിയിഴകൾ നരച്ചത് കണ്ടിട്ട് അബൂബക്കർ തങ്ങൾ ചോദിക്കുകയാ, അള്ളാന്റെ റസൂലേ മുടികൾ നരയ്ക്കുന്നുണ്ടല്ലോ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, ഖിയാമത്ത് നാളിന്റെ ഭീകരമാകുന്ന ആയത്തുകൾ അത് കേട്ടിട്ടാണ് സാബാ എന്റെ മുടിയറകൾ നരച്ചു പോയത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ശയ്യബതിനി ഹൂദ് വഖവാതുഹാ. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് ഹൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം ചുട്ടുവെക്കുന്ന എന്നോട്, നോമ്പുകൾ കൃത്യമായി പിടിക്കുന്ന എന്നോട്, സകാത്തുകൾ കൊടുക്കുന്ന എന്നോട്, ഹജ്ജ് ചെയ്തിട്ടുള്ള എന്നോട്, പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് പരിപൂർണമായി നിലകൊണ്ടിട്ടുള്ള എന്നോട് അല്ലാഹു പറയുകയാ, ഫസ്തഖിം കമാ ഉമിർത. നബിയേ നബിയേ കൽപ്പിക്കട്ടതുപോലെ നിലകൊള്ളണേ നബിയേ. എന്താണോ ഞാൻ കൽപ്പിച്ചത് അതേ പ്രകാരം നിലകൊള്ളണേ എന്ന് അല്ലാഹു എന്നോട് കൽപ്പനയുടെ സ്വരം പറഞ്ഞപ്പോ എന്റെ മുടിയറകൾ നരച്ചുപോയി സാബാ. ഖിയാമത്ത് നാളിന്റെ ഭീകരത ഓർത്തുകൊണ്ട്, അതിന്റെ ആയത്തുകൾ ഓർത്തുകൊണ്ട് എന്റെ മുടിയറകൾ നരച്ചുപോയി എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി. കാരണം സൂറന്ന കാഹളത്തിന്റെ ഊത്ത് ചെറുതല്ല സാബാ, ചെറുതല്ല സാബാ. അല്ലാഹുവിന്റെ റസൂല് സൂറത്തുൻ നംലോദി ലോകത്തിന്റെ നായകൻ ഓർമ്മപ്പെടുത്തുകയാണ്, വയൗമ യുൻഫഖു ഫിസ്സൂർ വയൗമ യുൻഫഖു ഫിസ്സൂർ ഫഫസിഅ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ് വകുല്ലുൻ നതൂഹു ദാഖിരീൻ. സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ആകാശഭൂമികളിലുള്ള സർവ്വസൃഷ്ടിജാലങ്ങളും അത് കേട്ടുകൊണ്ട് പേടിക്കുമേ, ഭയചകിതമാകുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തുമേ. പരിശുദ്ധമായ ഖുർആനിൽ വിവിധ ആയത്തുകളിൽ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയതാണ്, മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ തന്റെ പ്രിയപ്പെട്ട മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കുട്ടികളെ ദൂരേക്ക് വലിച്ചെറിയുമേ. ഖിയാമത്ത് നാളിന്റെ ഭീകരതയാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഗർഭിണികളാകുന്ന സഹോദരിമാർ, ഗർഭിണികളാകുന്ന ഒട്ടകങ്ങൾ അതിന്റെ സമയമെത്തുന്നതിന് മുമ്പ് സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്ത് കേട്ടുകൊണ്ട് പ്രസവിച്ചു പോകുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. അതാണ് ഒന്നാമത്തെ ഊത്തെന്ന് പറഞ്ഞാൽ. അത് ഒന്നൊന്നര ഊത്താണ്. എല്ലാ ഊത്തും അങ്ങനെ തന്നെ. മൊത്തത്തിൽ എത്ര ഊതലുണ്ട്? 3 ഊതൽ. അതിൽ ആദ്യത്തെ ഊതലാണത് നഫ്ഖത്തുൽ ഫസ്അ്, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്. അത് നമ്മുടെ വിഷയമല്ല, നമ്മുടെ വിഷയം അടുത്ത ഊത്താണ്, മരണമാണ്. അതുകൊണ്ട് അടുത്ത ഊത്തിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ഊത്തിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഭാഗം ഖിയാമത്ത് നാളിനെക്കുറിച്ച് വിശദീകരിച്ചത്, ഖിയാമത്ത് നാളിൻ്റെ അലിവലികൾ എന്നൊക്കെ പറഞ്ഞ് വിനീതൻ പറഞ്ഞ വിഷയം തന്നെ യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ ആയത്തിലേക്ക് വരികയാണ്. അതാണ് നമ്മുടെ വിഷയം. എല്ലാവരും മരിക്കുമെന്നുള്ളത് ജനങ്ങൾക്കിടയിൽ ഒന്ന് സുദൃഢമാക്കുക, അതാണ് ദലീൽ കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ ആയത്തതാണ്, നല്ലതുപോലെ ശ്രദ്ധിക്കും. ഒന്നാമത്തെ ഊത്തിലൂടെ സർവരെയും പേടിപ്പിക്കും. എത്ര നാളാണ് പേടിച്ച് നിലകൊള്ളുന്നത്? 40 സനത്തൻ, 40 കൊല്ലം സയ്യിദുനാ റസൂലുള്ളാഹി. 40 കൊല്ലമാണ് ഒന്നാമത്തെ ഊത്തിൻ്റെയും രണ്ടാമത്തെ ഊത്തിൻ്റെയും ഇടയിലുള്ള ദൈർഘ്യത, അതിനിടയിലുള്ള സമയം ചിന്തിച്ചു നോക്ക്. ആ 40 കൊല്ലം എന്താ ചെയ്യുക മുസ്ലിയാരെ? ഓട്ടം തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. തങ്ങളവരെ കാണുമ്പോൾ കള്ളു കുടിച്ചുകൊണ്ട് ലക്കും ലഗാനുമില്ലാത്ത ജനത്തെ പോലെ തങ്ങൾക്ക് കാണാം. പക്ഷെ വമാഹും ബിസുക്കാറ, അവർ കള്ളു കുടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്താ? വലാകിന്ന അദാബല്ലാഹി ശദീദ്. മഹ്ശർ ഓർത്തുകൊണ്ട്, അതിൻ്റെ ഭയാനകത ഓർത്തുകൊണ്ട് ആകെ മരവിപ്പായിട്ട് ഓടുകയാണ്. അള്ളാഹു ആ സമൂഹത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവസാന കാലഘട്ടം എത്തുമ്പോൾ നമ്മൾ മോമിനികൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് ഈമാൻ വേണമെന്നുള്ള ദുആ എപ്പോഴും ഉണ്ടാവണം.
അല്ലെങ്കിൽ പോയി. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. സർവ്വ വിപത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ ഊത്ത് 40 കൊല്ലങ്ങൾ ജനങ്ങൾ പേടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ രണ്ടാമത്തെ ഊത്ത് വരും. രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചും മൂന്നാമത്തെ ഊത്തും ഒരൊറ്റ ആയത്തിലൂടെ സൂറത്തു സുമറിൽ അള്ളാഹു ഓർമ്മപ്പെടുത്താൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫസഇഖ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതായ സർവ്വ സൃഷ്ടിജാലങ്ങളും ആ ഊത്തിലൂടെ മരിച്ചു വീഴുമേ എന്ന് വിശുദ്ധ ഖുർആൻ. ആകാശഭൂമികളിലുള്ള സർവരും ആ ഊത്തിലുടങ്ങ് മരിക്കും. ആകാശഭൂമിയിലുള്ളവർ, ആകാശത്തുള്ളവർ, ഭൂമിയിലുള്ളവർ. ആകാശത്തുള്ളവരാരാ? ആകാശത്തുള്ളവരാരാണ്? ഒന്ന് രണ്ടും പേരാണോ മലക്കുകൾ? സുബ്ഹാനല്ലാഹ്. ഹദീസ്, അടുത്ത ഹദീസ് ശ്രദ്ധിച്ചോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫിസ് സമാഇ മൗദിഉ ഖദമിൻ ഇല്ലാ വഫീഹാ മലായിക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആകാശ ലോകത്തൊരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല. ഇല്ലാ വഫീഹാ മലായിക, അവിടെയെല്ലാം മലക്കുകളാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഫിസ് സമാഇ മൗദിഉ ഖദമിൻ, ആകാശ ലോകത്ത് ഒരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല. ഇല്ലാ വഫീഹാ മലായിക, അവിടെ ഒക്കെ ആരുണ്ട്? മലക്കുകളുണ്ട്. ഓരോ ചവിട്ടടിയിലും ഓരോ മലക്ക്. അപ്പോൾ നോർത്ത് നോക്കിയേ, 7 ആകാശം, എത്ര മലക്കുകളാണ്? ആ മലക്കുകളും ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും, മനുഷ്യരുണ്ട്, സർവ്വ ജീവജാലങ്ങളും ഒക്കെ തീരുകയാണ്. ആ ഊത്തോടുകൂടി എല്ലാം മരിച്ചു വീഴും. ആദ്യത്തെ ഊത്തോടുകൂടി പേടിച്ച് നിലകൊള്ളുക 40 കൊല്ലം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഊത്തോടുകൂടി ഒക്കെ മരിപ്പിക്കുക. കഴിഞ്ഞു, എല്ലാവരും കഴിഞ്ഞ് അങ്ങനെ നിൽക്കാൻ. പക്ഷെ ഖുർആൻ പറയാണ്, ഇല്ലാ മാ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചിലരൊഴികെ, അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചിലരൊഴികെ. അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയുള്ളവരൊക്കെ ഈ ഊത്തിലൂടെ മരിക്കും, രണ്ടാമത്തെ ഊത്തിലൂടെ. അപ്പം എന്താ, ആ ബാക്കിയുള്ളവർ മരിക്കൂലേ? അവരാരാ? ഒന്ന് മഹാനായ ജിബ്രീൽ. അതൊക്കെ പറയും. മങ്കൂസ് മൗലവി കേൾക്കുവാണെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം. കാരണം ഇത് കഴിഞ്ഞ കൊണ്ട് നെയ്ച്ചോറും ബീഫും മട്ടൻ ഇരിപ്പുണ്ട് റാഹയായിട്ട്. ഇപ്പോൾ ഉറക്കെ നമുക്ക് പറയാൻ മടി. ഉറക്കെ പറഞ്ഞോ, സയ്യിദുന ജിബ്രീൽ, മീകാഈൽ, ഇസ്രാഫീൽ, അസ്റായീൽ അലൈഹിമുസ്സലാം. ഈ 4 മലക്കുകൾ ഒഴികെ. ഒരു റിവായത്തിലുണ്ട് അർവാഹു ശുഹദാ, ഈ ശുഹദാക്കളുടെ ആത്മാക്കൾ ഒഴികെ. മറ്റൊരു റിവായത്തിലുണ്ട് ഹഫളത്തുൽ മലായിക, അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്ന മലക്കുകൾ ഒഴികെ. പ്രബല അഭിപ്രായം ഈ 4 മലക്കുകളാണ്. ആരൊക്കെ? ജിബ്രീൽ, മീകാഈൽ, ഇസ്രാഫീൽ, അസ്റായീൽ. ഈ 4 മലക്കുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ മരിക്കും. ആ ഊത്തിലൂടെ, രണ്ടാമത്തെ ഊത്തിലൂടെ ഒക്കെ മരിക്കും. ബാക്കിയുള്ള മലക്കുകളും മരിക്കും, ബാക്കിയുള്ള ജീവജാലങ്ങളും എല്ലാവരും മരിക്കും. ഈ 4 പേരെന്താ മരിക്കൂലേ? മരിക്കും, അവരും മരിക്കും. അത് തന്നെയാണ് നമ്മുടെ വിഷയം. അവർ പോലും ഈ ലോകത്ത് ശാശ്വതത്വമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. فيقول الله تبارك وتعالى, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനോട് പറയുമത്രേ, മുത്തയാ ജബറായീൽ, അല്ലയോ ജിബ്രീലേ, നീ മരിക്കണേ. ഫയമൂതു ജിബ്രീൽ,
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ മരണത്തെ പുൽകുമേ. ജിബ്രീലിന്റെ ആത്മാവിനെ അസ്റായീൽ അലൈഹിസ്സലാം പിടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീലിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാ, മുത്തയാ ഇസ്രാഫീൽ. ഇസ്രാഫീൽ അലൈഹിസ്സലാം മരിച്ചാൽ പിന്നെ അടുത്ത ഊത്തൂതൻ്റെ ഉസ്താദേ, അടുത്ത ഊത്തൂതണം. ഇപ്പം മരണത്തിൻ്റെ രുചി അറിയണം. മരിച്ചതിന് ശേഷം അടുത്ത പിന്നീട് പുനർജീവിപ്പിക്കുന്നത് ആദ്യം ആരെ? ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോൾ ഊതുമ്പോൾ ആദ്യം എഴുന്നേറ്റ് വരുന്നത് സൃഷ്ടികളിൽ അന അവ്വലു മൻ യൻഷഖുൽ ഖബറു, എന്നിൽ നിന്ന് ഖബർ പിളർന്നുകൊണ്ട് ആദ്യമായി എഴുന്നേൽക്കുന്നത് ഞാനാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആദ്യത്തെ ഊത്തുകാരൻ സൃഷ്ടികളിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണത്തിൻ്റെ വേദന കൊടുക്കണം. അള്ളാഹു പറയുന്നു, മുത്തിയ ഇസ്രാഫീൽ, ഇസ്രാഫീലെ നീ മരിക്കണം. ഫയമൂതു ഇസ്രാഫീൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇതാ മീകായിൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, മുത്തിയാ മീകായിൽ, അല്ലയോ മീകായിലേ, നീയും മരിക്കൽ അനിവാര്യമാണ്. ഫയമൂതു മീകായിൽ, മീകായിൽ അലൈഹിസ്സലാമും മരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. അവസാനമായി അസ്റായീൽ മാത്രമാണ് ബാക്കിയുള്ളത്. അസ്റായീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുകയാണ്, മനിൽ ബാഖി യാ അസ്റായീൽ, ആരാണ് ബാക്കിയുള്ളത് അസ്റായീലേ? ആരാണ് ബാക്കിയുള്ളത് അസ്റായീലേ? അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ അല്ലാഹുവിനോട് പറയുകയാണ്, അബ്ദുകൽ ഫാനി യാ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചറബേ, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്. നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്. അസ്റായീൽ അലൈഹിസ്സലാമിനും കാര്യം മനസ്സിലായി. കാരണം എല്ലാ മലക്കുകളും വഫാത്തായിരിക്കുകയാണ്, എല്ലാ മുർസലീങ്ങളും വഫാത്തായിരിക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി എന്നെ ബാക്കിയാക്കുകയില്ല. അതുകൊണ്ട് തന്നെ അസ്റായീൽ വിളിച്ചു പറയുകയാ, അബ്ദുകൽ ഫാനി യാ അല്ലാഹ്, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് പടച്ചറബേ എന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു തീരുന്ന താമസം ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായീലിനോട് പറയുകയാണ്, ലാ ബുദ്ദ മിൻ മൗതിക യാ മലക്കൽ മൗത്ത്. അല്ലയോ മലക്കുൽ മൗത്ത് അസ്റായീലേ, നീയും മരിക്കൽ നിർബന്ധമാണ്, നീയും മരിക്കൽ അനിവാര്യമാണ്. നിനക്കും മരണത്തെ തൊട്ട് വിടുതലില്ല, നീയും മരിക്കൽ നിർബന്ധമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന വരക്കുളത്തുള്ള ഉമ്മമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, പഠിച്ചു വെക്കണേ, ഉൾക്കൊള്ളണേ. ഈ ലോകത്തുള്ള സർവ്വസൃഷ്ടിജാലങ്ങളുടെയും ആത്മാവിനെ പിടിക്കുന്ന അസ്റായീൽ പോലും മരണത്തിൽ നിന്ന് ഒഴിവല്ല. ഫയദ്ഹബു ഇലാ മൗളിഇൻ ബൈനൽ ജന്നതി വന്നാർ. ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് അസ്റായീൽ പോകുമത്രേ. ഫയസിഉ മിൻഹു റൂഹഹു, സ്വന്തമായി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. നഊദു ബില്ലാഹ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അട്ടഹസിക്കുകയാണ്, വേദന കൊണ്ട് പൊളയുകയാ. ഫയസീഹു സയ്ഹാ, വല്ലാത്തൊരു അട്ടഹാസമാണ്, വല്ലാത്തൊരു ശബ്ദകോലാഹലമാണ്. അസ്റായീൽ അലൈഹിസ്സലാം ഇവിടെ പറയുമ്പോ അസ്റായീൽ വിളിച്ചു പറയുമത്രേ, അല്ലാഹുവേ, പടച്ച റബ്ബേ, ഇത്ര വലിയ വേദന മരണത്തിനുണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, ഇന്നി
لا أنزع أرواح المؤمنين إلا بالرفق يا الله. മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ ഞാൻ വളരെ മയത്തോട് കൂടിയല്ലാതെ പിടിക്കുമായിരുന്നില്ല അല്ലാഹ്. മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ കൂടുതൽ മയത്തോട് കൂടിയല്ലാതെ പിടിക്കുമായിരുന്നില്ല അല്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ടാണ് അസ്റായീൽ വിട പറയുക എന്ന് നബിയോനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, കള്ളു കുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവരെ, ഹറാമ് ഭുജിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവരെ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന യുവത്വമേ, സിനിമാ പാട്ടുകൾ കണ്ടുകൊണ്ടും രസിച്ചുകൊണ്ടും രാത്രിയുടെ യാമങ്ങളെ രസിപ്പിക്കുന്നവരെ, കള്ളി നീക്കുന്ന യുവത്വമേ, യുവതികളെ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. കാരണം ഇതാ മരണം അടുത്തു വന്നിരിക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ ചെരുപ്പിന്റെ വാറ നിന്റെ കാലിനോട് എത്രമാത്രം അടുത്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ കൂടുതൽ നീ മരണത്തോട് അടുത്തിട്ടുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ ചെറുപ്പക്കാരാണ് നമ്മൾ ഇന്ന് വേർപിരിഞ്ഞു പോകുന്നത്. എത്രയോ പ്രായമുള്ള ആളുകളാണ് പ്രയാസപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല. മരണത്തിന് അപകടങ്ങളിൽ പെട്ട് മരിക്കുന്നവരില്ലയോ, പ്രളയത്തിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയവരില്ലയോ, അനാഥത്വത്തിലേക്ക് വഴിതെളിച്ചവരില്ലയോ, മക്കളെ അല്ലാതെ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളില്ലയോ. അതുകൊണ്ട് മരണം സുനിശ്ചിതമാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധമുണ്ടാവണേ, യാഥാർത്ഥ്യ ബോധമുണ്ടാവണേ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും എല്ലാ ആത്മാവും മരണത്തെ രുചിച്ചറിയുന്നതാണ്. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും ആത്മാവിനെ പിടിച്ച അസ്റായീൽ പോലും മരണത്തിൽ നിന്ന് മുക്തമല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി.